കേരള കോൺഗ്രസ് എമ്മിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച ജോണി നെല്ലൂർ പാലായിലെ വീട്ടിൽ ജോസ് കെ മാണിയെ സന്ദർശിച്ചിരുന്നു. മാതൃസംഘടനയിലേക്ക് മടങ്ങാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കൂടിക്കാഴ്ച. ഊർദ്ധപത്രമായി കുറേ കാലം ജീവിച്ച് എല്ലാം തകർന്ന അവസ്ഥയിൽ എൻ്റെ പിതൃഭവനത്തെക്കുറിച്ച് ഒരു ചിന്ത എനിക്കുണ്ടായി. അവിടെ എൻ്റെ സഹോദരങ്ങളും മറ്റുള്ളവരെല്ലാം വളരെ സന്തോഷത്തോടെ കഴിയുന്നത് കാണുമ്പോൾ എൻ്റെ പിതൃഭവനത്തിൽ പോയി എനിക്ക് വീണ്ടും അവരോടൊപ്പം ജീവിക്കണമെന്നൊരാഗ്രഹം ഉണ്ടാകുകയും ആ ധൂർത്തപത്രൻ്റെ കഥ പോലെ തന്നെ ഞാനിപ്പോൾ മടങ്ങി വന്നു. എന്നെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാൻ ജോണി നെല്ലൂരിന്റെ വരവ് പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ജോണി നെല്ലൂർ ഇടതുപക്ഷത്തിന്റെ ഭാഗമാകുന്നത് ജോസഫ് വിഭാഗത്തിന്റെ അസ്വസ്ഥർക്കുള്ള സന്ദേശമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിക്ക് വലിയൊരു കരുത്ത് നൽകും എന്നുള്ള സംശയമില്ല. മാത്രമല്ല, അങ്ങനെ ഒരു വ്യക്തി കേരള കോൺഗ്രസിലേക്ക് മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാകും എന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്ദേശമാണ് എന്ന് അത് ജോസഫ് ഗ്രൂപ്പിനും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ കൊടുക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അത് സൂചിപ്പിക്കുകയുണ്ടായി എന്ന് മനസ്സിലാക്കുന്നത്. വളരെയധികം ആളുകൾ ഇന്ന് മറുവശത്ത് നമുക്കറിയാം, കേരള കോൺഗ്രസിനെ ഇതിനെ ഇല്ലാതാക്കുവാനായിട്ട് വളരെയധികം ശ്രമിക്കുകയുണ്ടായി പലപ്പോഴും. അതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി യഥാർത്ഥ കേരള കോൺഗ്രസ് ഏതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ജോണി നെല്ലൂരിനെ ഉൾക്കൊള്ളുന്നതിൽ പാർട്ടി നേതൃത്വത്തിന് എതിർപ്പില്ലെങ്കിലും സ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ്. ഉയർന്ന തസ്തികകളിൽ തൽക്കാലം ഒഴിവില്ല. ജോണി നെല്ലൂരിന് പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയിൽ ഇടം ലഭിക്കാനാണ് സാധ്യത. സി മലയാളം ന്യൂസ്, കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.